തത്തക്കുട്ടന്റെ വികൃതി. ഇതൊരു തത്തക്കുട്ടന്റെ കഥയാണ്. മലയുടെ താഴ്വരയില് ഒരു സ്കൂളില്ലേ, അവിടുത്തെ വലിയ കളിസ്ഥലത്തെ ഓരത്തെ തെങ്ങിലായിരുന്നു ഈ തത്തയുടെ പൊത്ത്. അവിടെ നിന്ന് നോക്കിയാ ആ ഭൂമി മുഴുവനും കാണായിരുന്നു. തത്തമ്മയും തത്തച്ഛനും ഭക്ഷണം തേടാൻ പൊത്തിൽ നിന്നും പറന്നു പോകുമ്പോ തത്തക്കുട്ടനോട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കും. 1, തത്തക്കുട്ടൻ കുഞ്ഞല്ലേ, ശരിക്ക് പറക്കാനുള്ള ചിറക് പോലും ഇല്ലല്ലോ, അപ്പോ പൊത്തിനു പുറത്തേക്ക് ഇറങ്ങരുത്. ഇനി 2, വെറുതെ ബഹളം ഉണ്ടാക്കി ശത്രുക്കളായ പാമ്പിനെയും കാക്കയും ഒക്കെ വിളിച്ചു വരുത്തരുത്. നമ്മുടെ തത്തക്കുട്ടന് അനുസരണ ലേശം കുറവാണ്, തോന്നിയതേ ചെയ്യൂ. കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാനാവില്ലല്ലോ. അപ്പോ സ്നേഹവും കരുതലുമുള്ള മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം അല്ലേ? അങ്ങനെ ഒരു ദിവസം രാവിലെ അച്ഛനും അമ്മയും പുറത്തു പോയപ്പോ തത്തക്കുട്ടൻ എന്ത് ചെയ്തെന്നോ, മെല്ലെ പൊത്തിന്റെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കി. എന്നിട്ടിതാ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹായ്, നല്ല രസം. കുട്ടികളൊക്കെ എന്താ ഒരുപോലത്തെ ഉടുപ്പിട്ടിരിക്കുന്നേ? സ്കൂളിന് നേരെ നോക്കി തത്തക്കുട്ടൻ ആലോചിച്ചു. ഇതുപോലത്തെ ഒരു ഉടുപ്പ് അമ്മയോട് പറഞ്ഞ് തയ്യാറാക്കണം. പറക്കാൻ തുടങ്ങുമ്പോൾ അത് അണിഞ്ഞ് ആ സ്കൂളിലെ ക്ലാസ് മുറിയിൽ പോകണം. അപ്പം എന്നെയും ആ കുട്ടികൾ കളിക്കാൻ കൂട്ടുമായിരിക്കും. ഓ, അപ്പൊ അതാണ് കാര്യം. തെങ്ങിൻ മുകളിലെ പൊത്തിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തിട്ടാണ് തത്തക്കുട്ടന് പുറത്തേക്കിറങ്ങാൻ കൊതി. അവൻ മെല്ലെ എന്ന് ഒച്ചയുണ്ടാക്കി. അവരുടെ പൊത്തുള്ള തെങ്ങ് ഒരുപാട് ഉയരത്തിലല്ലേ, അപ്പോ ആ കീ കീ ശബ്ദം എക്കോയായി കേൾക്കാൻ തുടങ്ങി. പിന്നെയും എന്ന് ശബ്ദം ഉണ്ടാക്കി. ഇത് കേട്ട് സ്കൂളിലെ കുട്ടികൾ തിരിച്ചും കീ 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 എന്ന് പറഞ്ഞു. ഷടാ, ഇതെന്തൊരു ബഹളം! ഈ തത്തക്കുട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും എന്ന് താഴെ പുല്ല് മേഞ്ഞു നടന്ന പശു വിചാരിക്കുകയും ചെയ്തു. തത്തക്കുട്ടാ, നീ നിർത്തിക്കോ ഈ കളി. പാമ്പ് കേട്ടാ അറിയാലോ, ആ കാക്ക അന്നും വന്ന് നോക്കുന്നുണ്ടായിരുന്നു നിന്നെ. അവര് നിന്നെ പിടിച്ചോണ്ട് പോവേ, നിർത്തിക്കോ. ആര് കേൾക്കാൻ? തത്തക്കുട്ടൻ പിന്നെയും ഒച്ചയുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ക്ലാസ്സിന് സമയമായപ്പോ കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു കയറി. തത്തക്കുട്ടന് സങ്കടായി. അങ്ങനെ ഇരിക്കെ ഒരാളതാ തെങ്ങിലേക്ക് കയറി വരുന്നു. അയ്യോ, ഇതാ തത്തപിടുത്തക്കാരനാണല്ലോ. അയ്യോ, പേടിയാവുന്നു. തത്തമ്മയും തത്തച്ഛനും തിരിച്ചു വരാൻ ഇനിയും സമയമെടുക്കും. എന്തു ചെയ്യും? തത്തക്കുട്ടൻ കുഞ്ഞു ശബ്ദത്തിൽ തത്തപിടുത്തക്കാരനോട് ഇതാ ഇങ്ങനെ പറഞ്ഞു. അയ്യോ, എന്നെ പിടിക്കല്ലേ തത്തപിടുത്തക്കാരൻ മാമ, എന്നെ പിടിക്കല്ലേ. ഇത് കേട്ട തത്തപിടുത്തക്കാരൻ ഉറക്ക ചിരിച്ചു. എങ്ങനെ? അയ്യോ, ഞാൻ എന്ത് ചെയ്യും? അയാള് പിന്നെയും പൊത്തിനടുത്തേക്ക് എത്തുകയാണ്. അമ്മയും അച്ഛനും പറഞ്ഞതനുസരിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ പിടിക്കല്ലേ. നീയാണ് എനിക്ക് നിന്നെ കാണിച്ചു തന്നത്. നിന്നെ ഞാൻ പിടിക്കുകയും ചെയ്യും, കൂട്ടിലിട്ട് വിൽക്കുകയും ചെയ്യും. കൂട്ടിൽ പൂട്ടിയിടുന്ന എനിക്ക് ഇഷ്ടല്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന പശുചേച്ചിക്ക് പക്ഷെ പേടിയായതേയില്ല. എന്താ കാരണം? പരുന്തുമാമൻ തത്തക്കുട്ടനെ രക്ഷിക്കാൻ പറന്നു വരുന്നത് പശു കണ്ടിരുന്നു. സമാധാനായി. ഈ തത്തക്കുട്ടന്റെ വികൃതി അറിയാമായിരുന്നത് കൊണ്ട് തത്തമ്മയും തത്തച്ഛനും പരുന്തുമാമനോട് തത്തക്കുട്ടനെ നോക്കാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. പരുന്തുമാമൻ പറന്നു വന്ന് തത്തപിടുത്തക്കാരനെ കൊത്തലോട് കൊത്തൽ. അയാള് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. തത്തമ്മയും തത്തച്ഛനും തിരിച്ചെത്തി. തത്തക്കുട്ടനെ വഴക്കൊന്നും പറഞ്ഞില്ല. മോനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും കരുതലെടുത്ത് നല്ലത് പറയുന്നത്. അപ്പം മോൻ ഇനി പറഞ്ഞ അനുസരിക്കില്ലേ എന്നൊക്കെ തത്തച്ഛൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എനിക്കെല്ലാം മനസ്സിലായി, ഇനി ഞാൻ നല്ല കുട്ടിയായിക്കോളാം. ഇങ്ങനെ തത്തക്കുട്ടൻ വാക്ക് നൽകി. അങ്ങനെ നമ്മുടെ വികൃതിയായ തത്തക്കുട്ടൻ നല്ല തത്തക്കുട്ടനായി. കഥ ഇഷ്ടായോ?